നമുക്കിന്ന് ഞാൻ ലാസ്റ്റ് മീൽ പ്രിപ്പ് വീഡിയോ കാണിച്ച വൺ പാൻ ചിക്കൻ ആൻഡ് റൈസിന്റെ റെസിപ്പി നോക്കിയാലോ. ഞാൻ ഇത് കുക്ക് ചെയ്യാൻ ഒരു തുള്ളി ഓയിൽ പോലും യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആദ്യം സ്ക്രീനിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു മാരിനേഷൻ ഉണ്ടാക്കിയിട്ട് അത് ചിക്കനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ 900 ഗ്രാം ബോണിൻ ചിക്കൻ തൈസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാനിലോട്ട് നമുക്ക് ഒന്നൊന്നായിട്ട് നിരത്തി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് പയ്യെ ചിക്കനിൽ നിന്ന് ഫാറ്റ് റെൻഡറായി വരണം. അതിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് കരിഞ്ഞു പോകും എന്നൊരു പേടി ഉണ്ടെങ്കിൽ ഒരു 5 ml ഓയിൽ നിങ്ങൾ ആദ്യമേ പുരട്ടി കൊടുക്കുക. വൺസ് ഫാറ്റ് റെൻഡറായി കഴിയുമ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ നേരെ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കുക. സെയിം പാനിലോട്ട് കുറച്ച് ഓണിയൻ, ഹോൾ സ്പൈസസ് ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് റൈസിന് ആവശ്യത്തിനുള്ള വെള്ളവും, ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. കൂടാതെ ഈ വെള്ളത്തിൽ ബാക്കി വന്ന ചിക്കൻ്റെ മാരിനേഷനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റൈസ് ആഡ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും, എന്നിട്ട് തുറന്ന് വെച്ച് ഒരു 7 to 8 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. എന്നിട്ട് വെള്ളം ഏകദേശം ഇത്രയും റെഡ്യൂസ് ആയി കഴിയുമ്പോൾ നേരത്തെ കുക്ക് ചെയ്ത ചിക്കൻ എല്ലാം റൈസിന്റെ മേളിൽ ഇതേപോലെ നിരത്തി വെക്കുക. എന്നിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു വെച്ച് ഒരു 20 to 30 മിനിറ്റ്സ് ദം ചെയ്തെടുത്ത വൺ പാൻ ചിക്കൻ ആൻഡ് റൈസ് റെഡിയായി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത്രയും ഫുഡ് ഒരുമിച്ച് കഴിക്കുന്നത് ഒരിക്കലും ഹെൽത്തി അല്ല. ഇതിന്റെ പോർഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഞാനിപ്പോൾ ഇത് 3 പോർഷനാക്കി 3 മീലാണ് കഴിക്കാൻ പോകുന്നത്. കൂടുതൽ ഹെൽത്തി, ടേസ്റ്റി, ഈസി റെസിപ്പീസിനായിട്ട് എൻ്റെ അക്കൗണ്ടും കൊടുത്ത് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.